ഹായ് ഫ്രണ്ട്സ്, കുങ് ഫൻ ഫിറ്റ്നസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. നമ്മൾ നാടൻ തല്ല് അല്ലെങ്കിൽ നാടൻ അടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ടി വി ന്യൂസ് കൂടിയൊക്കെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ ഞാൻ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുറച്ച് ടിപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ടൊരു ധാരണയോടെ പെരുമാറാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ അതായത് അനാവശ്യമായിട്ടുള്ള പരിക്കുകൾ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധയോടെ ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണഗതിയിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു വാക്ക് തർക്കമാവാം. കൂടുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തള്ളുക, ആ ഒരു ബോഡിയുടെ ഒരു ആക്ഷൻ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, തള്ളി മാറ്റുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടിക്കാൻ പോവുക, ഇങ്ങനെ ഒരു കയ്യിൻ്റെ ആക്ഷനൊക്കെ. അപ്പോൾ അത്തരം സമയങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ പുഷ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് രണ്ട് രീതിയിൽ പുഷ് ചെയ്യാം. കാരണം നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മളൊരു നാടൻ രീതിയിലൊക്കെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നാടൻ രീതിയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ അടുത്തൊന്ന് സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും മിക്കവാറും ഒരു പുഷിങ് വരുന്നത്. ആ ഒരു വീഴ്ചകളൊന്നും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ഒന്ന് പുഷ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബോഡി ശരിക്കും ദൂരേക്കൊന്ന് തെറിച്ച് പോവുക, ആ വീഴ്ചയിലുള്ള ഒരു ഇതൊന്നല്ലാതെ അതിൽ കൂടുതൽ സംഭവിക്കില്ല. അപ്പം നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ ലോങ് പുഷ് അങ്ങനെ ആ ഒരു ഇതിനേക്കാൾ ഉപരി നമ്മൾ ആ ചെയ്യുന്ന മൂവ്മെൻറ്റ് നമ്മൾ ഉള്ളിലേക്ക് ദൂരേക്ക് ആ ഒരു ഇങ്ങനെ ഒരു പുഷ് പോകുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് അതിനെ ബോഡിയോട് ക്ലോസ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വെയിറ്റ് ആളെ തെറിച്ച് പോകത്തില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഇയാളുടെ ഉള്ളിലേക്ക് കയറും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ശരിക്കും എസ്കേപ്പായി പോകാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ച് ചെയ്യുന്നതാണ്. ആ പഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചതിൻ്റെ കാര്യം പറ്റും. പലർക്കും ഒരു ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഷർട്ടിനൊക്കെ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കോളറിലൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിക്കുക, ആക്ഷൻ ഇങ്ങനെ കൊടുക്കുക, അല്ല ഈ ഒരു രീതിയൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മൂവ്മെൻ്റൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഫ്രീ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഒരു ഐഡിയ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇങ്ങനെ ഈ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞാൽ ഫേസിലേക്ക് പഞ്ചടിക്കുക, ഫേസിലേക്ക് അല്ലെങ്കിൽ ചെസ്റ്റിലേക്ക് നിങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ഇത്ര ഈ ഒരു ബാക്ക് ആക്ഷൻ ഒരിക്കലും പോകണ്ട. പഞ്ച് ചെയ്യുന്ന സമയത്തുണ്ട് ഇങ്ങനെ ഒരു ആക്ഷനെ പലർക്കും വരാറുള്ളത്, ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഞ്ചടിക്കാം, അല്ലെ, പഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പുഷ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ഒരുപാട് സമയം ലാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുകയും തള്ളുകയും ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് മാറ്റിയിട്ട് ഇതുപോലെ പഞ്ചുകൾ ചെയ്യുക. ഫേസിലേക്ക് ചെസ്റ്റിലേക്കൊക്കെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സഡനായിട്ട് ആൾ താഴെ വീഴും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ബ്ലോക്ക് ചെയ്യുന്നൊരു ഇത് തന്നെയാണ്. കാരണം ഇപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ അടിക്കുക ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റുകളൊക്കെ വരും മിക്കവാറും. അത് കൂടുതൽ ഒരു ക്രൂ ആയിട്ടൊക്കെ വരും. ഒന്നിൽ കൂടുതൽ ആളുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനെ അടിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ജസ്റ്റ് പലരും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തലയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗാർഡ് ചെയ്യുക. പെർഫെക്റ്റ് ഗാർഡല്ല, പക്ഷേ ഇവരൊരു എന്താ പറയുക ഡൗൺ ആവുക ആ ഒരു ഇതിലേക്കായിരിക്കും പോകുന്നത് ഇങ്ങനെ. പക്ഷേ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആ ഒരു അറ്റാക്ക് ആ ഒരു സമയത്ത് കൊള്ളും. നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു 1, 2, 3 പേരൊക്കെ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ പല ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അയാൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അപ്പോൾ ഇവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി കയ്യിലൊന്നും ഇല്ലെങ്കിലുള്ള കാര്യമുണ്ട് ഞാൻ പ്രകാരം, അതായത് വെപ്പൺസാ അല്ലെങ്കിൽ സ്റ്റിക്കാ പൈപ്പാ അങ്ങനെ ഇരുമ്പ് ദണ്ട അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും കൈയുടെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു ഗാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തട്ടി മാറ്റുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കുക, കൈക്ക് നല്ല പവർ കൊടുത്ത് ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു ഇതിനെ ഗാർഡ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു മാറുന്ന സമയത്ത് അല്ലെങ്കിൽ അടി കൊള്ളാതെ മാറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആക്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൈ അതിനൊരു ടെക്നിക്കൽ വശമൊന്നും അതിന് നോക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഏതൊരു പൊസിഷൻ നോക്കേണ്ട. പക്ഷേ നിങ്ങൾ കൈ വെച്ച് നിങ്ങളുടെ കൈ ശരിക്കും ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് വെച്ച് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഈ ബ്ലോക്ക് ചെയ്യുന്ന പൊസിഷനില്ല. കാരണം വരുന്ന പഞ്ചാണെങ്കിലും ഇപ്പോൾ ആൾ ഇടിക്കാൻ വരുന്ന ആക്ഷൻ ആണെങ്കിലും പിടിക്കുന്ന നമ്മളുടെ ബോഡിയിലൊക്കെ പിടിക്കുന്ന ആക്ഷൻ ആണെങ്കിലും അതിന് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇതുപോലെ നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു മൂവ്മെൻറ്റിൽ നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ തിരിച്ച് ആക്രമിക്കുക. കാരണം പഞ്ചല്ലെങ്കിൽ പോലും നിങ്ങൾ തട്ടി മാറ്റുന്നത് അതുപോലെ ഗാർഡ് ചെയ്യുന്നതാണെങ്കിലും നമുക്കറിയാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ പറയാൻ നേരത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ അതറിയാൻ പറ്റും. കാരണം പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാളും നമ്മൾ മനസ്സ് പതറിപ്പോകും. കാരണം ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ മാറും. പ്രതീക്ഷിക്കാതെ തന്നെ നല്ലൊരു പെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സമയത്തൊക്കെ മിക്ക രീതിയിലും പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് പോവാം, അല്ല ജസ്റ്റ് ഒന്ന് ഓടിപ്പോവുക, അങ്ങനെ ആ ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലും ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി ഒന്ന് ട്രൈ ചെയ്യാം.
പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലെഗിൻ്റെ മൂവ്മെൻറ്റാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരും കൈ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ലോവർ ബോഡിയിലേക്ക് പലരും അങ്ങനെ വരില്ല. എങ്കിലും ഒരു ഇത്തിരി ഫോഴ്സ് കൂടിയ ആൾ, ഇത്തിരി പവറുള്ള ആളാണ് മറ്റേ അപ്പുറത്തെ ജസ്റ്റ് ആ നിൽക്കുന്ന ആളെ ജസ്റ്റ് തള്ളിക്കൊണ്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ പോയി വീഴുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് വീഴുക, അങ്ങനെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഇതിൽ വരും. അപ്പോൾ അത്തരം സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലെഗിനെ കുറച്ചും കൂടി ഒന്നൊരു ശ്രദ്ധയോടെ വെക്കുക. കാരണം നമ്മളെ ചുവടുകൾ നല്ല സ്ട്രോങ് ആക്കുക. അനാവശ്യമായിട്ട് നമ്മളാർക്കും പുഷ് ചെയ്ത് കളയാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല, പക്ഷേ വരുന്ന ആളെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ കാല് വെച്ച് ആക്രമിക്കാൻ നിൽക്കുക. നമ്മൾ ആ ചെയ്യുന്ന ഇപ്പം നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ഓടി വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കിക്ക് ചെയ്യാം. ജസ്റ്റ് കിക്ക് ചെയ്തുകൊണ്ട് ആളെ തെറിപ്പിച്ച് കളയാം. അപ്പോൾ നമ്മൾ ലെഗ് വെക്കുന്ന സമയത്ത് കാലിന് നല്ല മാക്സിമം നല്ല ഫോഴ്സ് കൊടുക്കുക. അതുപോലെ കിക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് മിക്കവാറും കണ്ട ഇതുപോലെയല്ല, നമ്മൾ ഹിപ്പിൻ്റെ ഒരു തള്ളും കൂടി, ഇതിൻ്റെ ഒരു തള്ളും കൂടി, ഈ ഒരു പുഷിങ്ങും കൂടി ആ കിക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നല്ല ഫോഴ്സ് ആ കിക്കിനുണ്ടാവും. ആൾ ജസ്റ്റ് മറിഞ്ഞു വീഴും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട്, ഇത് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അപകടം ഉണ്ടായാലും ഇല്ലെങ്കിലും ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴാണ് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ചിലപ്പോൾ ഉപയോഗം വന്നുകൂടാ എന്നില്ല, വരാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.